ഹലോ മക്കളെ, +1 മോഡൽ പരീക്ഷയ്ക്ക് ഇനി വെറും 30 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ ഇനിയെങ്കിലും റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് കിട്ടാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾ ഇനിയെങ്കിലും സിൻസിയറായിട്ട് 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെയിലി നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ റെഡി ആണെങ്കിൽ ഒരു സംശയമില്ല മക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിന് അപ്പുറം, അത് 95 ആണ്, 95, 98 ആണ്, 98, 100% ആണ്, 100%ഉം നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ നിങ്ങളെ വെറുതെ സന്തോഷിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ വേണ്ടി പറയുന്നതല്ല. ഇങ്ങനെ വാങ്ങിച്ചെടുത്ത കുട്ടികൾ നമ്മുടെ ബാച്ചുകളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ പഠിച്ചിട്ടുണ്ട്. അവസാന നിമിഷം സിൻസിയറായിട്ട്, വെറുതെ ആർക്കോ വേണ്ടിയിട്ടല്ല, സിൻസിയറായിട്ട് അവർക്ക് വേണ്ടി തന്നെ പഠിക്കാൻ റെഡിയായ കുട്ടികൾ ഇതുപോലെ പഠിച്ച് മാർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് 520 520 കൊണ്ടുപോകുന്നവർ വരെ ഉണ്ടെന്നും അവരുടെ ഇൻ്റർവ്യൂ അടക്കം നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്തെടുക്കും, അതിനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നാളെ വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം കൃത്യം 7 മണിക്ക് റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ മാത്രമല്ല, ഒരു പുതിയ സീരീസിൻ്റെ റിവീലും കൂടെ നാളെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. സോ ഒരു കാരണവശാലും നാളെ വൈകുന്നേരം നടക്കാൻ പോകുന്ന 7 മണിക്കത്തെ നമ്മുടെ ഇവൻറ്റ് ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുത് മക്കളെ. ക്ലാസ് ആയിരിക്കില്ല, അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നാളെ റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലൈവ് നിങ്ങൾ മിസ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾ മോഡൽ എക്സാമിൽ ചിലപ്പോൾ ഒരു 20 30 മാർക്കോ കുറയാൻ സാധ്യതയുണ്ട്. അത് ഈ ഇവൻറ്റ് മിസ് ചെയ്തുകൊണ്ട് കുറയുന്നതുകൊണ്ടല്ല, ഇത് പങ്കെടുത്താൽ അത് പ്രകാരം നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത് മക്കളെ, നമ്മുടെ അഗ്നി റിവിഷൻ ബാച്ചിൻ്റെ ഫൈനൽ ബാച്ച് നമ്മൾ മൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിനുശേഷം നമ്മൾ മറ്റൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. സോ നിങ്ങൾക്ക് എക്സാം വിന്നറിൻ്റെ +1 അഗ്നി റിവിഷൻ ബാച്ച്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ടാക്കിയ നമ്മുടെ +1 അഗ്നി റിവിഷൻ ബാച്ച് ജോയിൻ ചെയ്ത് പഠിക്കാൻ ഇനിയും ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. മൺഡേക്ക് മുൻപ് തന്നെ ജോയിൻ ചെയ്യുക. താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ അഗ്നി റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ നേരെ +2 ഏത് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് എന്താണ് ഈ അഗ്നി റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ താഴത്തെ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം മക്കളെ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ബാച്ച് ലാസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മൺഡേ ആണ്. അത് മാത്രമല്ല, നിങ്ങൾ ഓവർ ലേറ്റ് ആയാൽ നിങ്ങൾക്ക് എന്താണ് പഠിച്ച് തുടങ്ങാൻ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ, നമ്മുടെ ബാച്ചിൻ്റെ ഷെഡ്യൂൾ പ്രകാരം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് ചിലപ്പോൾ പറ്റണമെന്നില്ല. സോ തീർച്ചയായിട്ടും എന്ത് വേഗം തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുക എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ കുറേ പറഞ്ഞതാണ്. എങ്കിലും അവസാനമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എല്ലാ ചാപ്റ്റേഴ്സിനും റിവിഷൻ ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഓരോ ചാപ്റ്ററിൻ്റെയും എല്ലാ വർഷത്തെയും 2010 മുതലുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസും നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതായിരിക്കും, എക്സാമിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ കൂടുതൽ മറ്റൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ ആവശ്യമില്ല, ചെയ്യാൻ സമയവുമില്ല. ക്ലിയർ ആണ് മക്കളെ? അപ്പോൾ പബ്ലിക് എക്സാമിൽ നല്ലൊരു മാർക്ക്, അത് നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ച് കിട്ടുന്ന മാർക്ക് എത്രത്തോളമാണോ അത്രത്തോളം ലഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അഗ്നി റിവിഷൻ ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും. സോ അഡ്മിഷൻ എടുക്കാത്തവർ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിവേ, നാളെ വൈകുന്നേരം 7 മണിക്ക് നമുക്ക് കാണണം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഓൾറെഡി ബാച്ചിൽ പഠിക്കുന്നവരും ബാച്ചിൽ പഠിക്കാത്തവരും എല്ലാവരും നാളെ വൈകുന്നേരം 7 മണിക്ക് ഉണ്ടാവണം മക്കളെ. നാളത്തെ ലൈവിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ മക്കളും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, സർ ഞാൻ ഉണ്ടാവുന്നു. നമുക്ക് നാളെ കാണാം.